കറുമുറ ക്രിസ്പി ആയിട്ടുള്ള പഫ്സ് ഉണ്ടാക്കിയാലോ? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ ലെവലായിട്ട് എടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കി മെൽറ്റാക്കി എടുക്കണം. ഇനി മൈദയിലേക്ക് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് പോലെ നന്നായിട്ട് കട്ടിക്കന്നൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ വെക്കണം. ഇനി 3 ടേബിൾ സ്പൂൺ ഓയിൽ, അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്പം പോലും കട്ടയില്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വേണ്ടി വരും. ഇനി ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി നമുക്കിത് മാറ്റി വെക്കാം. 4 മുട്ട നന്നായി പുഴുങ്ങി മാറ്റി വെക്കുക. 1 മുട്ട 2ആയി കട്ട് ചെയ്യണം. ഇനി നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് 8 ബോൾസാക്കി മാറ്റിയെടുക്കണം. എന്നിട്ട് വളരെ തിന്നായിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ച് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ടി കൂടിപ്പോയാൽ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള പഫ്സ് ഉണ്ടാക്കാൻ ശരിയാവില്ല. ചപ്പാത്തി ഞാനിവിടെ വളരെ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചപ്പാത്തി ഒരു ഭാഗം മടക്കിയെടുക്കണം. ഇതിൻ്റെ മുകളിലും പേസ്റ്റ് നന്നായി തേച്ച് കൊടുക്കണം. വീണ്ടും മറ്റേ ഭാഗവും കൂടി മടക്കിയതിന് ശേഷം അതിൻ്റെ മീതെയും പേസ്റ്റ് തേച്ച് കൊടുക്കണം. ഇനി താഴെ നിന്നും മുകളിലേക്ക് മടക്കി അവിടെയും നന്നായിട്ട് പേസ്റ്റ് തേച്ച് കൊടുക്കണം. വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് മടക്കി ഒരു സ്ക്വയർ ബോക്സ് ആക്കി എടുക്കണം. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ നീളത്തിൽ പരത്തിയെടുക്കണം. ഇനി നന്നായിട്ട് ഈ പേസ്റ്റ് തേച്ച് കൊടുത്തതിന് ശേഷം പായ ചുരുട്ടുന്നില്ലേ, ആ രീതിയിൽ ചുരുട്ടിയെടുക്കണം. വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. ഞാനിവിടെ നന്നായിട്ട് പായ ചുറ്റുന്ന പോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ചുരുട്ടിയ മാവ് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ ലെയർ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത്. ഈ രീതിയിൽ 2ആയി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കുഞ്ഞു പൂരിയുടെ വലിപ്പത്തിൽ ഇത് പരത്തിയെടുക്കണം. അല്പം പൊടി വിതറിയതിന് ശേഷമാണ് പരത്തിയെടുക്കേണ്ടത്. വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് മുട്ടയും അതേപോലെ ഫില്ലിങ്ങും വെച്ച് കൊടുത്ത് അല്പം കൈ നനച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു രീതിയിലാക്കി എടുക്കണം. ഇനി എണ്ണ മീഡിയം തീയിലിട്ട് ചൂടാക്കി എടുക്കണം. എണ്ണയ്ക്ക് ചൂട് കൂടാൻ പാടില്ല. എന്നിട്ട് പഫ്സ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ചെറിയ തീയിലാക്കി കൊടുത്തതിന് ശേഷം 2 ഭാഗവും 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട്